ഞാൻ ഡോക്ടർ ലക്ഷ്മി സിദ്ധാർത്ഥോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത്, അതായത് നമ്മുടെ സൂപ്പർ ഫുഡ് സീരീസിലെ ഫസ്റ്റ് ഫുഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഫസ്റ്റ് പ്ലാന്റ് ബേസ്ഡ് സീഡായിട്ടുള്ള ഫ്ലാക്സ് സീഡിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഫ്ലാക്സ് സീഡിൻ്റെ ഗുണങ്ങളും മറ്റു കാര്യങ്ങളും. ഇതിൽ എന്താണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് മനസ്സിലാക്കി അത് ചിലർക്ക് മാത്രം അത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വിവരങ്ങളും ഇതിലെത്രമാത്രം കണ്ടൻറ്റ്, അതായത് ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസ് ന്യൂട്രിയൻസിൻ്റെ കാര്യങ്ങളും എത്ര അളവിൽ എത്ര നാൾ നമുക്ക് കഴിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ വിശദമായി പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊരു പ്ലാന്റ് ബേസ്ഡ് സീഡാണ് ഫ്ലാക്സ് സീഡ്. ഫ്ലാക്സ് സീഡ് 10 ഗ്രാമിൽ 55 കലോറിയാണ് അടങ്ങിയിട്ടുള്ളത്. അതിൽ 42% ഫാറ്റും 29% കാർബോഹൈഡ്രേറ്റും 18% പ്രോട്ടീനുമാണ് ഒരു 10 ഗ്രാം ഫ്ലാക്സ് സീഡിൽ അടങ്ങിയിട്ടുള്ളത്. ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് ഒരു റിച്ച് സോഴ്സ് ഓഫ് omega-3 ഫാറ്റി ആസിഡ് ആൻഡ് മറ്റ് അമിനോ ആസിഡ്സിൻ്റെ എല്ലാം വളരെ ഒരു വലിയ കലവറ തന്നെയാണ് ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ ഹാർട്ട് ഹെൽത്തിനും കൊളസ്ട്രോള് അതായത് ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് നിർത്താനും ഗുഡ് കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈലുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോകാനും നല്ലൊരു ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും ഒബിസിറ്റി കുറയ്ക്കാനും കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാനും ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോല്യുബിൾ ഫൈബേഴ്സ് ഈ ഫ്ലാക്സ് സീഡിൽ 25% ആയതുകൊണ്ട് ഈ കൊളസ്ട്രോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ആയി പോകുന്നു. ഇൻസോല്യുബിൾ ഫൈബേഴ്സ് 75% ആയതുകൊണ്ട് ഇത് നമുക്ക് ഗട്ട് ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യും. അതായത് കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാനായിട്ടാണ് ഈ ഇൻസോല്യുബിൾ ഫൈബേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. ബട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇത് റോ ആയിട്ട് കഴിക്കുമ്പോൾ ചില ആളുകളിൽ ഇത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു എൻസൈംസ് അല്ലെങ്കിൽ നമ്മളുടെ ഗട്ട് ഹെൽത്ത് ഇത്തിരി ഇഷ്യൂ ഉള്ള ആളുകളിൽ ഇത് റോ ആയിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ ബ്ലോട്ടിങ്, ഡയറിയ അല്ലെങ്കിൽ ബെൽച്ചിങ്, ഫുൾനെസ്, ഹെവിനെസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കേണ്ടത് നമ്മൾ 3 രീതിയിൽ നമുക്ക് ഫ്ലാക്സ് സീഡുകൾ കൺസ്യൂം ചെയ്യാം. ഫ്ലാക്സ് സീഡ് ഒന്നെങ്കിൽ നമ്മൾ തലേദിവസം സോക്ക് ചെയ്ത് ആ വെള്ളം ഉപയോഗിക്കാം, കഴുകി വൃത്തിയാക്കിയതിന് ശേഷം. അല്ലെങ്കിൽ നമ്മളിത് വെള്ളത്തിൽ വേവിച്ച് ആ വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം. മുളപ്പിച്ച് ആ മുള മൈക്രോഗ്രീൻസ് ആക്കിയതിന് ശേഷം അത് നമുക്ക് കൺസ്യൂം ചെയ്യാം പല രീതിയിൽ. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സേഫായിട്ട് നമ്മൾ കഴിക്കുന്ന മെത്തേഡാണ് ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൗഡർ ചെയ്തിട്ട് നമ്മൾ ഷേക്കുകളിലോ അല്ലെങ്കിൽ നമ്മുടെ സ്മൂത്തീസിലോ അല്ലെങ്കിൽ നമ്മുടെ നവധാന്യപ്പൊടികളായിട്ടോ നമുക്കത് കുറുക്ക് പോലെ, കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കുന്ന കുറുക്ക് പോലെയെല്ലാം ഫ്ലാക്സ് സീഡ് നമുക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഇൻസോല്യുബിൾ ഫൈബേഴ്സ് ഇത്രയും അളവിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഗട്ട് ഹെൽത്തിന് വളരെ സഹായിക്കുന്നു. അതായത് നമ്മളുടെ ഗട്ടിലുള്ള, അതായത് നമ്മളുടെ സ്റ്റൊമക്കിലുള്ള എല്ലാ വേസ്റ്റുകളെയും ഇത് പുറന്തള്ളാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് റോ ആയിട്ട് ഒരിക്കലും കഴിക്കരുത്. ഇത് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു നേരത്തെ ഫുഡായിട്ടൊക്കെ നമുക്കിത് കഴിക്കാൻ ശ്രമിക്കാം. അതുകൊണ്ട് തന്നെ ഒബിസിറ്റി, ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ വെയ്റ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ ഒരു നല്ല ഒരു പ്ലാന്റ് ബേസ്ഡ് സീഡ് തന്നെയാണ് നമ്മുടെ ഫ്ലാക്സ് സീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. IBS അല്ലെങ്കിൽ കോൺസ് ഡിസീസ് അല്ലെങ്കിൽ ഗട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ, തൈറോയിഡ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ളവർക്ക് ചിലപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് തോന്നാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ആ രീതി, ആ മെത്തേഡ് ഒന്ന് മാറ്റി നോക്കാം. ഒട്ടും നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നില്ലെങ്കിൽ നമ്മളിത് ഉപേക്ഷിക്കുക. ഇതിൻ്റെ പ്ലാന്റ് ബേസ്ഡ് മറ്റ് മോഡൽ, അതായത് ക്യാപ്സ്യൂൾ ഫോമിലോ അല്ലെങ്കിൽ ഓയിൽ ഫോമിലോ ഇത് അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കാം. ഈസ്ട്രജൻ്റെ അളവ് ഇതിൽ വേരിയേഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് മീൻസ് പ്രഗ്നൻറ്റ് ലേഡീസ് ഇത് കഴിക്കുന്നത് കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു നേരം എന്തെങ്കിലും ആഴ്ചയിൽ മാത്രം കൺസ്യൂം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ടുകളോ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാൻ സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. ഞാനതിന് മറുപടി നൽകുന്നതാണ്. അടുത്തൊരു സൂപ്പർ ഫുഡ് സീരീസിലെ 2ാമതുമായിട്ട് വീണ്ടും കാണാം. നന്ദി.